വെറുതെ കൊട്ടല്ല, ആ ബാൻഡിന്റെ ലീഡ് വായിക്കുന്നത് ഇവര് രണ്ടുപേരാണ്. ഇതിനിടയിൽ കൊടി വീശാൻ ആഗ്രഹം മൊത്തത്തിൽ ഒരു കൊടി വാങ്ങി വീശി ഫ്രണ്ടിലേക്കാണ് ചേച്ചീനെയും കുട്ടി തല്ലുകൊള്ളഞ്ഞത് ഭാഗ്യം. ഹേ ഗൈസ്, അങ്ങനെ ടെക്കീസ് കാത്തിരുന്ന മോസ്റ്റ് അവൈറ്റഡ് പ്രോഗ്രാം അതെ തരംഗ് 2025 റാലി ആയിരുന്നു. ചണ്ടമേളവും കാവടിയും ഡോളൊക്കെ ആയിട്ട് ഒരു ഉത്സവം വൈബ്. അതെ, ടെക്കീസ് നടത്തുന്ന ഒരു തൃശ്ശൂർ പൂരം തന്നെയാണ് തരംഗ് 2025. റാലിയിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉള്ള കമ്പനിക്ക് ബോണസ് പോയിന്റ് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു റാലിക്ക്. സംഭവം ഇത് ജസ്റ്റ് ഒരു റാലി ആണെങ്കിലും ഓരോ കമ്പനിയും അവരുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടിയും ജേഴ്സിയും പിന്നെ അവരുടേതായ ഡോളും ചണ്ടമേളവും ഒക്കെ അങ്ങ് സെറ്റ് ചെയ്ത് പവർ ആയിട്ടാണ്. അതിലൊരു ടീമിലെത്തിയ രണ്ട് പയ്യന്മാര് ചുമ്മാ സീനായിരുന്നു. വെറുതെ കൊട്ടല്ല, ആ ബാൻഡിന്റെ ലീഡ് വായിക്കുന്നത് ഇവര് രണ്ടുപേരാണ്. അതിന്റെ ഗ്യാപ്പിൽ ഇൻഫോ പാർക്കിലെ ടീമിന്റെ ചെറിയ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. റാലിയിൽ പങ്കെടുക്കാൻ വന്നവരെക്കാൾ കൂടുതൽ റാലി കാണാൻ വന്നവരാണ് അധികം. ഇവരെല്ലാം പങ്കെടുത്തെങ്കിൽ പല കമ്പനിക്കും ബോണസ് പോയിന്റ് കിട്ടിയാണ്. ചെണ്ടമേളവും ഡോളൊക്കെ മെയിൻ ആണെങ്കിലും ചില ടീമുകളുടെ ഈ റോൾ പ്ലേ അടിപൊളിയായിരുന്നു. ടീമിനും പോയിന്റ് ഉള്ളതുകൊണ്ടാണ് ഇവരെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, എന്നാലും സംഭവം നൈസായിരുന്നു. ഈ പാർട്ടി പൂപ്പർ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ നാളെ രാവിലെ ഇത് അടിച്ചു വരുന്ന ചേച്ചിമാരെ കാര്യം ആലോചിക്കുമ്പോൾ പോണ മുട്ടിൽ കഴിഞ്ഞ് റോൾ പ്ലേസ് പലതും ഉണ്ടായിരുന്നെങ്കിലും ഷാജിയേട്ടനും ഡാൻസ് മാസ്റ്റർ വിക്രമും ജെവിനും കൂടി അങ്ങോട്ട് റോഡ് മരിച്ചു. പക്ഷെ മിന്നൽ മുരളി മീശമാധവൻ എല്ലാം ഒരു മരിച്ച വീട് ഫീലായിരുന്നു. അങ്ങനെ വിസ്മയ ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയ റാലി കാർണിവലിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി കറങ്ങിന്റെ തിരിച്ച് TCSന്റെ ഫ്രണ്ടിലെത്തി. അപ്പോഴേക്കും നടന്നൊരു കോലായി. അതിനിടയിൽ കൊടി വീശാൻ ആഗ്രഹം മൊത്തത്തിൽ ഒരു കൊടി വാങ്ങി വീശി ഫ്രണ്ടിലേക്കാണ് ചേച്ചീനെയും കുട്ടി തല്ലുകൊള്ളഞ്ഞത് ഭാഗ്യം. റാലി അങ്ങനെ തിരിഞ്ഞ TCSന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഞാനും പിള്ളേരും വരും. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിക്ക് കാണാം. ഓക്കെ, ബൈ.